യഥാർത്ഥ നിയന്ത്രണ രേഖ. ചൈനീസ് സേനയുടെ കണ്ണുകൾ എപ്പോഴും പതിഞ്ഞു നിൽക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും സെൻസിറ്റീവായ അതിർത്തി പ്രദേശം. കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി ഈ അതിർത്തിയിൽ ചൈന വികസിപ്പിച്ചെടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഭാരതത്തിന് ഒരു വലിയ തലവേദനയായിരുന്നു. എന്നാൽ 2026 ഈ സുപ്രഭാതത്തിൽ ഭാരതം ഈ കളി പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കിഴക്കൻ കവാടമായ അസമിലെ മൊറാൻ കാറുകളും ട്രക്കുകളും ചീറിപ്പായേണ്ട നാഷണൽ ഹൈവേ 37ലേക്ക് ഇടിമുഴക്കം പോലെ ഒരു കൂറ്റൻ വിമാനം താഴ്ന്നു പറക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തനായ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിന്റെ ചക്രങ്ങൾ ഹൈവേയിൽ മുട്ടുമ്പോൾ ആ വിമാനത്തിനുള്ളിൽ ഇരുന്ന് മറ്റാരുമല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതൊരു സാധാരണ യാത്രയായിരുന്നില്ല. ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെ ഒരു ഹൈവേയിൽ പ്രധാനമന്ത്രി പറന്നിറങ്ങുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ ഇനി ഇന്ത്യയുടെ നിയമങ്ങൾ മാത്രം. എങ്ങനെയാണ് ഒരു സാധാരണ ഹൈവേ ഭാരതത്തിന്റെ അത്യാധുനിക യുദ്ധ വിമാനങ്ങളുടെ താവളമായി മാറിയത്? ചൈനയെ വിറപ്പിക്കുന്ന ഇന്ത്യയുടെ ഈ രഹസ്യ ആയുധത്തിന് പിന്നിലെ കൗതുകകരമായ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ജീവിക്കുന്നത് സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ്. ഹിമാലയൻ അതിർത്തികളിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രഹസ്യമല്ല. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കപ്പുറം ചൈന അവരുടെ വ്യോമത്താവളങ്ങൾ നവീകരിച്ചു കഴിഞ്ഞു. മിസൈൽ സൈലോകളും പുതിയ റൺവേകളും ടിബറ്റൻ പീഠഭൂമിയിൽ ഉയർന്നു കഴിഞ്ഞു. ഒരു യുദ്ധമുണ്ടായാൽ ചൈന ആദ്യം ലക്ഷ്യം വെക്കുക ഇന്ത്യയുടെ പ്രധാന വ്യോമത്താവളങ്ങളെയായിരിക്കും. ചബുവ, തേസ്പൂർ, ജോഹട്ട് തുടങ്ങിയ താവളങ്ങൾ തകർക്കപ്പെട്ടാൽ ഇന്ത്യയുടെ പ്രതിരോധം എന്തു ചെയ്യും? ഇവിടെയാണ് ഇന്ത്യയുടെ പ്ലാൻ ബി ഉദിക്കുന്നത്. നമ്മുടെ സ്ഥിരം വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടാലും നമ്മുടെ വിമാനങ്ങൾ ആകാശത്ത് നിന്നും അപ്രത്യക്ഷമാകില്ല. അവ താഴെ കാണുന്ന ഹൈവേകളിലേക്ക് പറന്നിറങ്ങും. അവിടെ നിന്നും ഇന്ധനം നിറച്ച് മിസൈലുകൾ ഘടിപ്പിച്ച് വീണ്ടും ശത്രുവിനെതിരെ കുതിക്കും. ഈ ഒരു കഴിവിനെയാണ് ഡിസ്പേഴ്സൽ വാർഫെയർ എന്ന് സൈനിക ഭാഷയിൽ വിളിക്കുന്നത്. അസമിലെ ദ്രിബുഗട്ട് ജില്ലയിലെ മൊറാൻ എന്ന പ്രദേശം ഇന്ന് ലോക ശ്രദ്ധയിലാണ്. എന്തുകൊണ്ട് മൊറാൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ ഭൂരാഷ്ട്ര തന്ത്രമുണ്ട്. ചൈന അതിർത്തിയിലേക്ക് ഏറ്റവും വേഗത്തിൽ സൈനികരെ എത്തിക്കാൻ കഴിയുന്ന ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആണിത്. NH-127 4.2 കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രിപ്പ് വെറുമൊരു റോഡല്ല, അതീവ കരുത്തുള്ള കോൺക്രീറ്റും ബിറ്റുമിനും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു റൺവേ തന്നെയാണിത്. പ്രധാനമന്ത്രി C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ അവിടെ ലാൻഡ് ചെയ്തത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ വിമാനം ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സിനെ അഥവാ ഗരുഡ് കമാൻഡോസിനെ അതിർത്തികളിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്രധാനമന്ത്രി തന്നെ ഇതിലെത്തിയത് സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒരുപോലെ അതിർത്തി കാക്കാൻ തയ്യാറാണെന്ന സന്ദേശമാണിത്. സാധാരണ ഹൈവേകൾ നിർമ്മിക്കുന്നത് പോലെയല്ല ELF നിർമ്മിക്കുന്നത്. ലോഡ് കപ്പാസിറ്റി ഒരു സുഖോയ് 30 MKI വിമാനം 38 ടണ്ണോളം വരും. ഒരു C-17 ഗ്ലോബ് മാസ്റ്റർ 70 ടണ്ണിലധികം വരും. ഈ ഭാരം അതിവേഗത്തിൽ റോഡിൽ പതിക്കുമ്പോൾ സാധാരണ റോഡുകളൊക്കെ തകരും. എന്നാൽ മൊറാനിലെ ഈ സ്ട്രിപ്പിൽ 10ലധികം പാളികളുള്ള സബ് ബേസ് നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ റോഡിൽ തങ്ങില്ല. അവ ടാക്സി ചെയ്ത് സൈഡിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് പോകും. അവിടെ വിമാനങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. കൂടാതെ സാധാരണ വിമാനത്താവളങ്ങളിലെ ടവറുകൾക്ക് പകരം മിനിറ്റുകൾക്കുള്ളിൽ വിന്യസിക്കാവുന്ന മൊബൈൽ ATC സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ മറന്നു പോകാത്ത ഒരു വർഷമാണ് 1962. അന്ന് അസമിലെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത്. ചൈനീസ് സേന ബൊംഡില വരെ എത്തിയപ്പോൾ ഇന്ത്യക്ക് വായുസേനയെ പൂർണ്ണമായും ഉപയോഗിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ മോശം ഇൻഫ്രാസ്ട്രക്ചർ തന്നെയായിരുന്നു അതിന്. എന്നാൽ ഇന്ന് കഥ മാറി. 2026 ഇന്ത്യ ആ കഥ മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പർ അസമിനെ ഇന്ത്യയുടെ വായു പ്രതിരോധത്തിന്റെ ഹൃദയമിടിപ്പായി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ 4.2 കിലോമീറ്റർ സ്ട്രിപ്പ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ കവചമാണ്. ഇത് കേവലം വികസനമല്ല, മറിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത കാക്കാനുള്ള കോട്ടയാണ്. ഇത് അസമിൽ മാത്രം അവസാനിക്കുന്നുമില്ല. ഭാരത സർക്കാരിന്റെയും വ്യോമസേനയുടെയും പ്ലാൻ പ്രകാരം രാജ്യത്തുടനീളം 28ഓളം ഇത്തരം സൈനിക സ്ട്രിപ്പുകളാണ് വരുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിൽ ബാർമറിൽ ഇന്ത്യ ഇത് നേരത്തെ പരീക്ഷിച്ചതാണ്. ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നാൽ പൂർവാഞ്ചൽ ഗംഗ എക്സ്പ്രസ് വേകളിൽ സുഖോയ് വിമാനങ്ങൾ വിജയകരമായി ലാൻഡ് ചെയ്തു. ആന്ധ്രാപ്രദേശിലേക്ക് നോക്കിയാൽ തെക്കൻ തീരങ്ങളിലും ഇത്തരം സൗകര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ചുരുക്കത്തിൽ ശത്രു രാജ്യങ്ങളിലെ മിസൈലുകൾ നമ്മുടെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചാലും ഭാരതത്തിന്റെ ആകാശം എപ്പോഴും സുരക്ഷിതമായിരിക്കും. നമ്മുടെ ഓരോ കിലോമീറ്റർ ഹൈവേയും ഒരു വായുസേന താവളമായി മാറാൻ കെൽപ്പുള്ളതാണ്. പ്രധാനമന്ത്രി ലാൻഡ് ചെയ്തതിന് ശേഷം നടന്ന വ്യോമ പ്രകടനം നിങ്ങൾ കണ്ടിരുന്നോ? റഫേൽ, തേജസ്, സുഖോയ് വിമാനങ്ങൾ അസമിന്റെ ആകാശത്ത് നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ ചൈനയ്ക്കുള്ള നേരിട്ടുള്ള മറുപടിയായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനമായ തേജസ് അസമിലെ ഈ ചെറിയ റൺവേയിൽ നിന്നും പറന്നു വരുമ്പോൾ അത് ആത്മനിർഭർ ഭാരതത്തിന്റെ വിജയമാണ്.
ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യാൻ ഈ സ്ട്രിപ്പ് സഹായിക്കും. യുദ്ധസമയത്ത് മാത്രമല്ല, പ്രളയമോ ഭൂകമ്പമോ ഒക്കെ ഉണ്ടായാലും ആയിരക്കണക്കിന് ടൺ ഭക്ഷണവും മരുന്നും ഈ ഹൈവേ വഴി എത്തിക്കാം. C-130J വിമാനങ്ങൾക്ക് എവിടെയും ഇറങ്ങാൻ കഴിയുമെന്നത് ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ലോകം ഇതിനെ ഇത്ര ഗൗരവമായി കാണുന്നത്? ചൈനീസ് സേനയുടെ ആന്റി ആക്സസ് ഏരിയ ഡിനയൽ തന്ത്രത്തിനുള്ള ഇന്ത്യയുടെ മറുപടിയാണിത്. ഇന്ത്യയുടെ വായുസേനയെ തളച്ചിടാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഹൈവേകളെ ആയുധമാക്കി മാറ്റുകയാണ്. ലോകത്തെ ഒരു വൻശക്തിക്കും ഇന്ന് ഇന്ത്യയെ അവഗണിക്കാനാകില്ല. അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, ഇന്ത്യയുടെ ഈ ഹൈവേ 2 നയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ നീക്കം ഒരു വലിയ സത്യം വിളിച്ചു പറയുന്നു: നമ്മൾ ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മുടെ മണ്ണിൽ തൊടാൻ വരുന്നവർക്ക് തിരിച്ചു നൽകാൻ മിസൈലുകളും വിമാനങ്ങളും എവിടെ നിന്ന് വേണമെങ്കിലും പറന്നുയരും. അസമിലെ ഈ 4.2 കിലോമീറ്റർ ഹൈവേ ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. പ്രധാനമന്ത്രിയുടെ ഈ ലാൻഡിംഗ് ഭാരതീയർക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: നിങ്ങളുടെ സുരക്ഷ സുരക്ഷിതമായ കൈകളിലാണ്. അസമിലെ ഈ 4.2 കിലോമീറ്റർ ഹൈവേ സ്ട്രിപ്പ് വെറും ഒരു കരിങ്കല്ലും കോൺക്രീറ്റും ചേർന്ന നിർമ്മിതിയല്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ അഭിമാനത്തിന്റെയും സുരക്ഷയുടെയും ഉരുക്കുകോട്ടയാണ്. വടക്ക് കിഴക്കൻ അതിർത്തികളിൽ ചൈനയുടെ ഡ്രാഗൺ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നീക്കങ്ങൾക്കുള്ള ചൈനയുടെ മുഖത്തേറ്റ പ്രഹരമാണിത്. പതിറ്റാണ്ടുകളായി അതിർത്തി കയ്യേറാനും നിർമ്മാണങ്ങളിലൂടെ അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താനും ശ്രമിക്കുന്ന ചൈനയുടെ വിപുലീകരണ വാദത്തിന് അഥവാ എക്സ്പാൻഷനിസ്റ്റ് പോളിസിക്ക് അന്ത്യം കുറിക്കാനായി ഭാരതം സജ്ജമായി കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഈ C-130J ലാൻഡിംഗ്. 1962 ഇന്ത്യ നേരിട്ട തിരിച്ചടികളിൽ ആനന്ദം കണ്ടെത്തിയവർ ഒന്ന് ഓർക്കുക: ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് ന്യൂക്ലിയർ കരുത്തുള്ള, ലോകത്തെ ഏറ്റവും മികച്ച പർവ്വത യുദ്ധമുറകൾ വശമുള്ള, ആധുനിക സാങ്കേതിക വിദ്യയെ ആയുധമാക്കുന്ന നവഭാരതമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തങ്ങളുടെ അതിർത്തികളിൽ 100 കണക്കിന് ബങ്കറുകളും വിമാനത്താവളങ്ങളും നിർമ്മിച്ച് ഇന്ത്യയെ വളയാനായി ശ്രമിക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നത് അതിബുദ്ധിപരമായ തന്ത്രങ്ങൾ കൊണ്ടാണ്. ശത്രുവിന്റെ മിസൈലുകൾക്ക് തകർക്കാൻ കഴിയുന്ന സ്ഥിരം വ്യോമത്താവളങ്ങളില്ല, മറിച്ച് ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാധാരണ ഹൈവേകളിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ താവളം ഉറപ്പിക്കുന്നത് ചൈനീസ് ജനറലുകളുടെ ഉറക്കം കെടുത്തുന്നുണ്ടാകണം. ഒരു ഭാഗത്ത് കടം നൽകി രാജ്യങ്ങളെ അടിമപ്പെടുത്തുന്ന ചൈനയുടെ ഡെബിറ്റ് ട്രാപ്പ് നയങ്ങൾ പരാജയപ്പെടുമ്പോൾ ഭാരതം സ്വന്തം മണ്ണിൽ വികസനവും പ്രതിരോധവും ഒരുപോലെ സമന്വയിപ്പിക്കുകയാണ്. ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട തേജസ് വിമാനങ്ങളും ലോകം ഭയക്കുന്ന റഫേൽ ജെറ്റുകളും നമ്മുടെ ഹൈവേകളിൽ നിന്നും കുതിച്ചുയരുമ്പോൾ അത് ഏഷ്യയുടെ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നു. അധർമ്മത്തിന്റെയും ചതിയുടെയും പാത പിന്തുടരുന്ന ചൈനീസ് സൈന്യത്തിന് ധർമ്മത്തിന്റെയും ധീരതയുടെയും പാതയിലുള്ള ഇന്ത്യൻ സൈന്യത്തെ നേരിടുക അസാധ്യമാണെന്ന് ഗാൽവാൻ താഴ്വരയിൽ നമ്മൾ തെളിയിച്ചതാണ്. ഇപ്പോൾ ആ പ്രതിരോധം ഹിമാലയൻ കൊടുമുടികളിൽ നിന്നും താഴെ സമതലങ്ങളിലെ ദേശീയപാതകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ശത്രുവിന്റെ ഏത് പ്രകോപനത്തിനും മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകാൻ ഇന്ത്യൻ വ്യോമസേന സജ്ജമാണ്. ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് മണ്ണും കാക്കാൻ നമ്മുടെ ജവാന്മാരും ഭരണകൂടവും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിന്റെ സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ലോകത്തിന് നൽകുന്നത്. നമ്മുടെ വായുസേനയുടെ ഈ കരുത്ത് ചൈനീസ് അതിർത്തിയിൽ ഒരു വൻമതിലായി തന്നെ നിലകൊള്ളും. ഭാരതത്തിന്റെ ഈ കുതിപ്പിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം. ഈ രാജ്യം സുരക്ഷിതമാണ്, കാരണം ഇത് കാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ധീരരായ സൈനികരും ആധുനികമായ യുദ്ധതന്ത്രങ്ങളുമാണ്. ശത്രുക്കൾ എന്തായാലും ഭയപ്പെടട്ടെ, ഭാരതം കുതിച്ചുയരുകയാണ്. എന്തായാലും ഈ ഒരു നീക്കത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.